വട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഓലക്കാലെടുത്ത് 4 ഓലക്കാലെടുത്തത് അതിനെ ഈർക്കിൽ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഓലക്കാൽ ഇങ്ങനെ നീട്ടി ഇങ്ങനെ നിരത്തി വയ്ക്കുന്നുണ്ട്. 4 എണ്ണം എടുക്കണം. 4 2 3 4. ഇനി ഈ ഓരോന്നിൻ്റെ ഇടയിലോട്ട് ബാക്കിയുള്ള 4 നമുക്ക് എടുത്ത് വയ്ക്കാം. ഇങ്ങനെ നിരത്തി ആദ്യം വയ്ക്കാം. ഇങ്ങനെ ഇടയിലോട്ട് കയറ്റി വയ്ക്കണം. ആദ്യത്തെ എടുത്ത് എൻ്റെ അടിയിൽ കൂടെ കയറ്റി മൂന്നാമത്തെ എൻ്റെ അടിയിൽ കൂടെ വെച്ച് ഇങ്ങനെ വെച്ച് വരുന്നു. അപ്പോൾ ഒരു ബേസ്മെൻറ്റ് അടിഭാഗം റെഡിയായി വരുന്നുണ്ട്. ഇങ്ങനെ വെച്ച് റെഡിയാക്കി. അപ്പോൾ എന്താണ് വട്ടിയുടെ അടിഭാഗം, വട്ടി ബാസ്ക്കറ്റ് അതിൻ്റെ അടിഭാഗം റെഡി ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ഓലക്കാലിനെ കീറി ഒരു ഓലക്കാലിനെ കീറുമ്പോൾ 2 ഇതൾ കിട്ടും. 2 ഇതളിനെ ഇങ്ങനെ ഈർക്കൽ കുത്തി ഇതുപോലെ റൗണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യത്തെ എടുക്കും. മൂന്നാമത്തത് ഇതിൽ മൂന്നാമത്തത്, അതായത് ഇടത് സൈഡിൽ നിന്ന് ആദ്യത്തത്, മൂന്നാമത്തത്, മുകൾ സൈഡിൽ നിന്ന് ആദ്യത്തത്, മൂന്നാമത്തത്, ഇനി വലത് സൈഡിൽ ആദ്യത്തത്, മൂന്നാമത്തത്, ഏറ്റവും താഴെന്ന് ആദ്യത്തത്, മൂന്നാമത്തത്. എന്നിട്ട് ഈ റൗണ്ട് നമ്മൾ വെച്ചേക്കുന്നതിനകത്തോട്ട് ഇടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഇതിനെ മാറ്റുക. ഇതിനെ വിട്ടിട്ട് ബാലൻസ് നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ അവിടെ, അതിനെ എടുക്കുക. അതിനെ എങ്ങനെ എടുക്കുക? 2 ഇത് 2 ഇത് 2 ഇത് 2 ഇത് രണ്ടും എടുത്ത് അടുത്തൊരു റൗണ്ട് റിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ റിങ്ങിനകത്തോട്ട് ഇടുക. ഇങ്ങനെ ഇങ്ങനെയാക്കി ഇനി ഇനി അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഷേപ്പായി വരുന്നുണ്ട് വട്ടിയുടെ. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇനി അടുത്തതെടുക്കാം. ഇത് 2 ഇത് 2 ഇത് 2 ഇത് 2 ഇത് 2 ഇത് 2 ഇങ്ങനെ എടുക്കാം. എന്നിട്ട് മൂന്നാമത്തെ റിങ് എടുക്കാം. അത് ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് ഫിക്സ് ചെയ്യാം. ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ്, എന്നാലേ ടൈറ്റ് ആയിരിക്കുള്ളൂ. ഇപ്പോഴേ അഡ്ജസ്റ്റ് ചെയ്ത് പോയാലേ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം.
ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ കണ്ട ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്ത് വെച്ച് ലോക്ക് ചെയ്താൽ മതിയാവും.